ടോപ്പേഴ്സ് അക്കാദമിയിൽ 2026-27 അക്കാദമിക് വർഷത്തേക്കുള്ള +1+2 സയൻസ് എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ ക്ലാസുകളിലേക്കും 8, 9, 10 ട്യൂഷൻ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്കും ടോപ്പേഴ്സിന്റെ ഭാഗമാകാം. എ ഡിഫറന്റ് അപ്രോച്ച് ടു സക്സസ്. വണ്ടൂർ പാണ്ടിക്കാട് റോഡിലെ തരങ്കിണി സിൽവർ ജ്വല്ലറിയിൽ ഇന്ന് രാവിലെ കട തുറക്കാനെത്തിയ ജീവനക്കാരി കണ്ടത് നടുക്കുന്ന കാഴ്ചയായിരുന്നു. ജ്വല്ലറിയുടെ അകത്താകെ ചുവന്ന പൊടി പടർന്ന നിലയിലായിരുന്നു. ആഭരണങ്ങൾ സൂക്ഷിച്ചിരുന്ന ഡിസ്പ്ലേ ബോർഡുകളെല്ലാം കാലിയാക്കപ്പെടുകയും അലങ്കോലപ്പെട്ട് കിടക്കുകയുമായിരുന്നു. റാക്കുകൾ തകർത്ത നിലയിൽ കണ്ടതോടെയാണ് ജ്വല്ലറിയിൽ വൻ കവർച്ച നടന്ന വിവരം ജീവനക്കാരി പുറത്തറിയിക്കുന്നത്. ഡോഗ് സ്ക്വാഡിന്റെ പരിശോധന വഴിതിരിച്ചുവിടാനും ശാസ്ത്രീയ തെളിവുകൾ നശിപ്പിക്കാനുമായി മോഷ്ടാവ് ജ്വല്ലറിക്കുള്ളിൽ മുളകുപൊടി വിതറിയതാണെന്നാണ് പ്രാഥമിക നിഗമനം. ജ്വല്ലറിയുടെ പിറകിലെ ചുമര് പൊളിച്ച് അകത്ത് കടന്നായിരുന്നു മോഷണം. ഡിസ്പ്ലേയിൽ വെച്ച വെള്ളിയാഭരണങ്ങളെല്ലാം കവർന്നിട്ടുണ്ട്. ശേഷം പോലീസ് എത്തിയാണ് കൂടുതൽ പരിശോധന നടത്തിയത്. നിലത്താകെ മുളകുപൊടി വിതറിയ നിലയിലായിരുന്നു. ശേഷം നടത്തിയ അന്വേഷണത്തിൽ മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഞാൻ രാവിലെ എന്ന് വരുന്ന പോലെ ആ ടൈമിൽ വന്ന് ഡോറ് തുറന്നു കഴിഞ്ഞ് ഷട്ടർ പൊക്കിയപ്പോ ഇങ്ങനെ നിലത്ത് ഇങ്ങനെ മുളക് പൊടി വെതറിയ പോലെ, മുളക് പൊടിയാണെന്ന് എനിക്ക് അറിയില്ല, ഒരു ചുവന്ന പൊടി ഇങ്ങനെ കാണുന്നുണ്ട്. ഡിസ്പ്ലേ ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കുന്നുണ്ട്. അപ്പൊ ഞാന് രാത്രി ചിലപ്പോ വർക്കൊക്കെ ഉണ്ടാവാറുണ്ട്, എന്തേലും വർക്ക് നടന്നതാണാവോന്ന് വിചാരിച്ചിട്ട് മറ്റെന്റെ കൂടെ ഉള്ള പയ്യൻ, അവനാണ് രാത്രി അടച്ചു പോവല് 9 മണിക്ക്, ഞാൻ 7 മണിക്കാ പോവല്. അപ്പൊ അവന്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു എന്തെങ്കിലും വർക്ക് നടന്നിരുന്നോന്ന്. അപ്പൊ അവൻ പറഞ്ഞു ഒന്നുമില്ല ചേച്ചി, കാരണം എന്തേ ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ കാണുന്നുണ്ട്, എന്താ ഡിസ്പ്ലേയില് സാധനം ഒന്നും കാണുന്നില്ലാന്ന്. അപ്പൊ അവൻ പറഞ്ഞു ഞാൻ 10 മണിക്കാ പോയത്, അതുവരെ കുഴപ്പമൊന്നും ഇല്ലല്ലോ പറഞ്ഞു. ഞാൻ വേഗം മാനേജർക്ക് വിളിച്ചു. മാനേജറെ അടുത്ത് ചോദിച്ചു മണിയേട്ടാ എന്തെങ്കിലും വർക്ക് നടന്നിരുന്നോ ചോദിച്ചു. അപ്പൊ അവരും പറഞ്ഞു ഒന്നും നടന്നിട്ടില്ല, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങനെ ഡിസ്പ്ലേ ഒക്കെ ഓപ്പൺ ആയി കിടക്കണ്ടേ, ഇങ്ങനെ പൊടിയുണ്ട്. അപ്പൊ ഞാൻ പൊടി എടുത്ത് വാസനിച്ച് നോക്കിയപ്പോ മുളകും പൊടിയാണ്, നീറില് വന്നു മുളകും പൊടിയാ. ഞാൻ സാറിന് വിളിച്ചു പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ ഇവിടെ അയൽവാസികളുടെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പൊ ആൾക്കാരൊക്കെ കയറി. അപ്പൊ എല്ലാരും എന്റെ അടുത്ത് പറഞ്ഞു ഈ ഉള്ളിലേക്ക് കയറണ്ട, ഫിംഗർ പ്രിന്റ് ഒക്കെ നോക്കുമ്പോ പ്രശ്നം, ഉള്ളിലേക്ക് കയറണ്ട, അതേപോലെ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിക്കോ, കള്ളം കയറിയതാവുന്ന പറഞ്ഞു. ലോക്കറൊന്നും തുറന്നില്ല. ഞങ്ങള് പുറകില് നോക്കുമ്പോ അവിടെ തുറന്ന് കണ്ടു, ബാക്കില് ചുമര് തുറന്ന് കണ്ടു. പിന്നെ പോലീസ് സാറന്മാരൊക്കെ വന്നപ്പോ ലോക്കറിന് എന്തെങ്കിലും പോയിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് സാറന്മാരെ കൂടെ ഞാനും ലോക്കർ തുറന്നു നോക്കാൻ പറഞ്ഞു. അപ്പൊ ലോക്കർ തുറന്നു നോക്കിയപ്പോ ലോക്കറിക്കൊന്നും പോയിട്ടില്ല, ഡിസ്പ്ലേയിലുള്ള സാധനങ്ങൾ മുഴുവൻ. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.